ആൻസൺ ചേരുകയാണ്. കുസാറ്റ് എംപ്ലോയീസ് യൂണിയൻ പ്രതിനിധിയാണ്. ആൻസൺ, ഇപ്പോൾ സംഗീത നിശയ്ക്കിടെയുണ്ടായ ദുരന്തത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് പോലീസ്. അതിൽ മുൻ പ്രിൻസിപ്പൽ ദീപക് കുമാർ സാഹു പ്രതിയാണ്, മറ്റ് 2 അധ്യാപകർ പ്രതിയാണ്. പക്ഷേ മുൻ രജിസ്ട്രാറെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പ്രതി ചേർക്കേണ്ട സാഹചര്യമില്ല എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്താണ് താങ്കളുടെ പ്രതികരണം? അത് തീർച്ചയായിട്ടും ഒരു തെറ്റായിട്ടുള്ള നടപടിയാണ്. കാരണം പ്രിൻസിപ്പാൾ ഇതിനകത്ത് നിരപരാധിയാണെന്നുള്ളത് തന്നെ തെളിഞ്ഞിട്ടുള്ളതാണ്. കാരണം അദ്ദേഹം വളരെ മുമ്പേ തന്നെ ഈ പരിപാടി നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം രജിസ്ട്രാറിന്റെ ഓഫീസിൽ അറിയിക്കുകയും ചെയ്തതാണ്. അങ്ങനെയുള്ള അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നതാണ്. പക്ഷെ രജിസ്ട്രാറിന്റെ ഓഫീസിൽ നിന്നും അതിനോട് ബന്ധപ്പെട്ട ആൾക്കാരുമാണ് അത് പോലീസിൽ കൃത്യസമയത്ത് വിവരം കൊടുക്കാണ്ടിരുന്നതും. അവിടെ നിന്ന് കൃത്യമായിട്ടുള്ള വീഴ്ചകൾ അവിടെ വന്നിട്ടുണ്ട്. അതിനകത്തൊക്കെ അവരെ പൂർണ്ണമായിട്ടും ഇതിനകത്ത് രാഷ്ട്രീയം തന്നെയാണ്. രജിസ്ട്രാറിന്റെ രക്ഷിക്കാനായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അതായത് രജിസ്ട്രാറെ സംരക്ഷിക്കാൻ വേണ്ടി പ്രിൻസിപ്പലിനുമേൽ ഉത്തരവാദിത്തം കെട്ടിവെക്കുക, അതിനുള്ള ശ്രമമാണോ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണല്ലോ നമുക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കുക. കാരണം അതിനോട് അന്ന് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് കൂടിയ സിൻഡിക്കേറ്റിൽ പ്രിൻസിപ്പാളിനെ അന്ന് മാറ്റി നിർത്തുകയുണ്ടായി. യാതൊരു കാരണവും ഉണ്ടായിരുന്നില്ല പ്രിൻസിപ്പാളിനെ അന്ന് മാറ്റി നിർത്താനായിട്ട്. കാരണം രജിസ്ട്രാറിന്റെ ഓഫീസിനെ കേന്ദ്രീകരിച്ച് യാതൊരു തരം അന്വേഷണങ്ങളും നടന്നിട്ടില്ല. ഇവിടെ ഈ കമ്മീഷണറുടെ ഓഫീസിൽ ഞങ്ങളും പരാതി കൊടുത്തിരുന്നു. ഞങ്ങളെയും അതിന് ചോദ്യം ചെയ്യാനായിട്ട് ഞങ്ങളെയും കൂടി വിളിക്കണമെന്ന് പറഞ്ഞാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയനെ കുറിച്ചാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വിശദീകരണങ്ങൾ നൽകാനുണ്ടെന്ന് പറഞ്ഞാണ്. ഒരു സാഹചര്യത്തിലും ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിനകത്ത്. അപ്പൊ ഇതിനകത്ത് കുറെ കളികൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് രജിസ്ട്രാറിന്റെ ഓഫീസും തന്നെയാണ് ഇതിനകത്ത് പൂർണ്ണ ഉത്തരവാദികൾ. നേരത്തെ ഈ അന്വേഷണ ഘട്ടത്തിലും ഇങ്ങനെയൊരു വിമർശനം ഉയർന്നു വന്നിരുന്നു ആൻസൺ? തീർച്ചയായിട്ടും വന്നിരുന്നല്ലോ. അവിടെയുള്ള ആൾക്കാരെ ഒന്നും വിളിച്ച് അന്വേഷിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നടന്നിട്ടുണ്ടല്ല. സിൻഡിക്കേറ്റിന്റെ സബ് കമ്മിറ്റി ഇത് അന്വേഷിച്ചിരുന്നു. അവരുടെ റിപ്പോർട്ടും ഇതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുക. അന്നപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നിലപാട് എന്തായിരുന്നു? ഏത് അന്വേഷണ സംഘത്തിന്റെ മനസ്സിലായില്ല. അതായത് പോലീസിന്റെ ഒരു നിലപാട് എന്തായിരുന്നു? പ്രതി ചേർക്കേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയായിരുന്നു അറിയിച്ചത്. പോലീസിന്റെ അന്വേഷണത്തിലും അവരെ കേന്ദ്രീകരിച്ചായിരുന്നില്ലല്ലോ അന്വേഷണം നടന്നത്. അന്വേഷണം നടന്നത് മുഴുവൻ ഈ വിദ്യാർത്ഥികളെയും അവിടെയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ടീച്ചേഴ്സിനെയും അങ്ങനെയുള്ള ആൾക്കാരെയും കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമായിരുന്നു അന്വേഷണം. ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട അവിടുത്തെ യൂത്ത് വെൽഫെയർ ഡയറക്ടർ ഇതിനകത്ത് ഉത്തരവാദിയാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷണം നടന്നിട്ടില്ല. സെക്യൂരിറ്റി ഭാഗത്തു നിന്ന് വന്ന വീഴ്ചകൾ, അതിനെക്കുറിച്ച് അന്വേഷണം നടന്നിട്ടില്ല. കൂടാതെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ട രജിസ്ട്രാറിന്റെ ഓഫീസിൽ നിന്നും അതിനകത്ത് വീഴ്ച വന്നതിനകത്ത് അതിനെക്കുറിച്ച് അന്വേഷണം നടന്നിട്ടില്ല. അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അന്വേഷണം നടക്കുന്നതായിരുന്നു. അപ്പോൾ പ്രതികളാകേണ്ടവരെ ഒഴിവാക്കിക്കൊണ്ടൊരു കുറ്റപത്രം നൽകിയിരിക്കുകയാണ്. എന്താണ് എംപ്ലോയീസ് യൂണിയന്റെ ഒരു നിലപാട് ഇതിൽ? ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയ ഗവർണറൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഗവർണറിന് ഇതുമായിട്ടുള്ള പരാതികൾ ഇത് ഫോർവേഡ് ചെയ്യും. തീർച്ചയായിട്ടും ഈ FIR തള്ളിക്കളയേണ്ട ഒരു FIR ആണ്. അത് ഒരു സാധ്യതയുള്ള ഒരു FIR അല്ല അത്. ഗവർണറും അതല്ലെങ്കിൽ ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഞങ്ങൾ വന്ന് തന്നെ ആവശ്യപ്പെട്ടതാണ്. അതുമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനായിട്ടാണ് ഞങ്ങളുടെ തീരുമാനം. ശരി, നന്ദി ആൻസൺ പ്രതികരിച്ചതിന്. SS ശരൺ തുടരുന്നുണ്ട്. ശരൺ, ഇപ്പോൾ കുറ്റപത്രം നൽകിയിട്ടുണ്ട്. മുൻ പ്രിൻസിപ്പൽ ദീപക് കുമാർ സാഹു, അതോടൊപ്പം മറ്റ് 2 അധ്യാപകരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ഇവർക്കെതിരെ ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ വീഴ്ചകൾ ഉണ്ടായി എന്നാണ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്? വീഴ്ചയുണ്ടായി, ഈ ദുരന്തത്തിലേക്ക് കാരണമായത് സംബന്ധിച്ചൊക്കെ എന്തൊക്കെ കണ്ടെത്തലാണ് ആ കുറ്റപത്രത്തിലുള്ളത്? ഈ അംഗങ്ങളായിരുന്നവർ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ മുൻ പ്രിൻസിപ്പലായ ദീപക് കുമാർ സാഹു, ഇതിന് പുറമെ 2 അധ്യാപകരും പിന്നീട് വിദ്യാർത്ഥികൾ സാഹചര്യമില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ആ രീതിയിൽ പ്രവർത്തിക്കുക, അവർ നടത്തുന്ന ഒരു പരിപാടി തന്നെ അതിനെ സംഘാടനത്തിന് നേതൃത്വം നൽകേണ്ട അധ്യാപകരാണ്. ആ ഒരു റോള് കൂടി കണ്ടുകൊണ്ടാണ് അന്വേഷണ സംഘം ഈ 3 പേരെയും പ്രതി ചേർത്തിരിക്കുന്നത്. ഈ സംഘാടക സമിതിയിൽ തന്നെ അംഗങ്ങളായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത് 6 പേരാണ്. അതായത് 3 അധ്യാപകരും 3 വിദ്യാർത്ഥികളും. ഇതിൽ അധ്യാപകരെ മാത്രമാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ഇവർക്കെതിരെ പ്രധാനമായും പറയുന്നത് നേരത്തെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം റിപ്പോർട്ട് വീഴ്ച സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് നൽകിയിരുന്നതാണ്. അതിൽ പ്രധാനമായും പറയുന്നത് കുറ്റപത്രത്തിൽ ഉള്ളതും ഇത് തന്നെയാണ്. അതായത് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്ന സമയത്ത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഒരു ക്യാമ്പസിനകത്ത് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ പോലും പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. കൂടുതൽ ആളുകൾ പുറത്തു നടക്കാൻ വരുന്നതാണ്. അപ്പോൾ അത്രയേറെ ആയിരക്കണക്കിന് ആളുകൾ, നികിത ഗാന്ധിയുടെ ഒരു പരിപാടിയാണ്. അപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ വരുന്നൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ആവശ്യമായ സുരക്ഷയൊക്കെ ഉറപ്പുവരുത്തേണ്ടതാണ്. അത്
ഒപ്പം തന്നെയാണ് പോലീസ് സുരക്ഷ കൂടി വരേണ്ടത്. എന്നാൽ ഈ പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്ത് മുൻ പ്രിൻസിപ്പൽ ആയ ദീപക് കുമാർ സാഹു രജിസ്ട്രാറുടെ കയ്യിൽ കൊടുത്തിട്ട് പോലും, അല്ലെങ്കിൽ രജിസ്ട്രാറുടെ ഓഫീസിൽ നൽകിയിട്ട് പോലും രജിസ്ട്രാർ അതിലൊരു തുടർ നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് പരാതിയായി ഉയർന്നത്. എന്നാൽ രജിസ്ട്രാറെ പ്രതി ചേർക്കേണ്ട സാഹചര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ 3 അധ്യാപകരെ മാത്രം ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇവർക്കെതിരെ തുടക്കത്തിൽ നമുക്കറിയാം അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരുന്നുണ്ടെങ്കിൽ പിന്നീട് SIT രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ വകുപ്പ് ചുമത്തിക്കൊണ്ട് ഈ 3 പേർക്കെതിരെയും കേസെടുത്തിരുന്നത്. എന്തായാലും അതിനപ്പുറമുള്ള വകുപ്പുകൾ കൂടി ആഡ് ചെയ്യപ്പെടുമോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ചിരുന്നതാണ്. എന്നാൽ കുറ്റപത്രത്തിൽ അത്തരത്തിൽ കൂടുതൽ വകുപ്പുകൾ ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ എന്താണോ അന്വേഷിച്ച് കണ്ടെത്തിയിരുന്നത്, ഒരു ഘട്ടത്തിൽ ഈ 3 പേരെ പ്രതി ചേർത്തുകൊണ്ട് ഹൈക്കോടതിയിൽ നൽകിയിരുന്ന റിപ്പോർട്ട് അതിനപ്പുറം കൂടുതലായിട്ട് അല്ലെങ്കിൽ മറ്റ് തലങ്ങളിൽ എന്തെങ്കിലും അന്വേഷണം നടത്തിയായിട്ടുള്ള ഒരു വിവരവും കുറ്റപത്രത്തിൽ ഇല്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. അതുകൊണ്ടാണ് ഈ കുറ്റപത്രത്തെ സംബന്ധിച്ച് ഇപ്പോൾ ആക്ഷേപം ഉയരുന്നത്. നമ്മൾ ഏറ്റവും പുതിയതായി മനസ്സിലാക്കുന്നത് എംപ്ലോയീസ് യൂണിയൻ തന്നെ, കുസാറ്റിലെ എംപ്ലോയീസ് യൂണിയൻ തന്നെ ഗവർണറെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഈ കുറ്റപത്രത്തിനെതിരെ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിനെതിരെ തന്നെ ഗവർണർക്ക് പരാതി നൽകുമെന്നുള്ളത് കൂടിയാണ് അവർ അറിയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരും ദിവസങ്ങളിലും ഈ കുറ്റപത്രം ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ദിവ്യ. യെസ്, കുസാറ്റ് സംഗീത പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട 4 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മുൻ പ്രിൻസിപ്പൽ ദീപക് കുമാർ സാഹു, മറ്റ് 2 അധ്യാപകർ എന്നിവരാണ് പ്രതികൾ. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം പൂർത്തിയാക്കി ഇപ്പോൾ കുറ്റപത്രം നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതിനെതിരെ തന്നെ വലിയ വിമർശനം ഉയർന്നു വരികയാണ്. കാരണം മുൻ രജിസ്ട്രാറെ ഇതിൽ നിന്ന് ഒഴിവാക്കി, അന്വേഷണ പരിധിയിൽ നിന്ന് ഒഴിവാക്കി എന്നതിലാണ് ഇപ്പോൾ വിമർശനം ഉയരുന്നത്. എംപ്ലോയീസ് യൂണിയൻ തന്നെ ഇതിനെതിരെ ഗവർണറെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. S. ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്.